ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേലിൻ്റെ വിശുദ്ധ മന്ദിര സ്ഥാനം ശീലോവിലായിരുന്നു. അത് യെരുശലേമിൽ നിന്ന് ബേഥേലിലേക്ക് പോകുന്ന പെരുവഴിയുടെ കിഴക്ക് ഭാഗത്ത് ആയിരുന്നു. ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്ന് ശേഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലെബോനയ്ക്ക് തെക്കും ശീലോവിൽ ആണ്ടുതോറും യഹോവയുടെ ഉത്സവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ന്യായാധിപന്മാർ 21:19. ബേഥേലിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്റർ വടക്കാണ് ശീലോ. രാജ്യസ്ഥാപനത്തിന് മുമ്പ് ഇസ്രായേല്യ ഗോത്ര സംവിധാനത്തിൻ്റെ കേന്ദ്രം അതായിരുന്നു. കനാൻ ആക്രമണകാലത്ത് സമാഗമന കൂടാരം ശീലോവിലാണ് വെച്ചിരുന്നത്. യോശുവ 18:1. ന്യായാധിപന്മാരുടെ കാലത്ത് പ്രധാന വിശുദ്ധ മന്ദിരം ഇവിടെയായിരുന്നു. ന്യായാധിപന്മാർ 18:31. ശീലോവിൽ ആണ്ടുതോറും ഉത്സവം നടത്തിയിരുന്നു. ന്യായാധിപന്മാർ 21:19. ഈ ഉത്സവം തുടർന്ന് വാർഷിക തീർത്ഥാടനമായി മാറി. ശമൂവേൽ പ്രവാചകന്റെ മാതാപിതാക്കൾ വർഷം തോറും യഹോവയ്ക്കു യാഗം കഴിപ്പാൻ പോകുമായിരുന്നു. 1 ശമൂവേൽ 1:3 യോശുവയുടെ കാലത്ത് സ്ഥാപിച്ചിരുന്ന കൂടാരത്തിൻ്റെ സ്ഥാനത്ത് മന്ദിരം പണിതു. 1 ശമൂവേൽ 1:9. ഇതിൻ്റെ നാശത്തെക്കുറിച്ച് തിരുവെഴുത്തുകൾ ഒന്നും പറയുന്നുമില്ല. BC 1050 ഫെലിസ്ത്യർ അത് നശിപ്പിച്ചു എന്ന് കരുതപ്പെടുന്നു. 1 ശമൂവേൽ 4. ഈ നാശത്തെക്കുറിച്ച് യിരെമ്യാവ് സൂചിപ്പിക്കുന്നുമുണ്ട്. 7 12 മുതൽ 15 വരെ, 26 6 7 പൗരോഹിത്യം നോബിലേക്ക് മാറി. 1 ശമൂവേൽ 22:11. ശീലോവ് ഒരു മതകേന്ദ്രമല്ലാതായി പിന്നീട് തീരുകയും ചെയ്തു.